നമ്മുടെ നാട്ടിലുള്ള മുജാഹിദീങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് മഹാന്മാരൊക്കെ തവസ്സിലാക്കുന്നത്? എന്തിനാ അവരെ ഇടയാളന്മാരാക്കുന്നത്? നിങ്ങൾക്ക് നേരിട്ട് തന്നെ അള്ളഹാനോട് ചോദിച്ചാൽ പോരെ? കണ്ടനാടിയേക്കാൾ അടുത്തിട്ടല്ലേ അള്ള ഉള്ളത്? അലൈസല്ലാഹു ബി കാഫിൻ അബ്ദഹു എന്നല്ലേ? പിന്നെന്തിനാ മഹാന്മാരെ നിങ്ങൾ കൂട്ടുപിടിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഇതിന് നമുക്ക് മുജാഹിദ് മൗലവിമാരുടെ മറുപടി ഒക്കെ മാറ്റി വെച്ചിട്ട് ഇമാമിങ്ങൾ എന്താണ് മറുപടി പറഞ്ഞത് നോക്കാം. ഏത് ഇമാമാണെന്നറിയോ? മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേര് യഹ്യ എന്നാണ്. ഷാഫിഈ മദ്ഹബിലെ പ്രസിദ്ധനായ പണ്ഡിതനാണ് അദ്ദേഹം. ഹിജറ വർഷം 631 അദ്ദേഹത്തിന്റെ ജനനം. വഫാത്ത് ഹിജറ വർഷം 676 അഥവാ ഹിജറ വർഷം 1277 ലോകപ്രശസ്ത ഹദീസ് പണ്ഡിതനാണ്, കർമ്മശാസ്ത്ര വിശാരദനാണ്, ഭാഷാ പണ്ഡിതനാണ്, അതേപോലെ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. നമുക്കറിയാം, സുപ്രസിദ്ധമായ സഹീഹ് മുസ്ലിമിന്റെ ഷറഹ് മുസ്ലിം എന്ന പേരിൽ വിഖ്യാതമായ ഗ്രന്ഥത്തിന്റെ കർത്താവ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അതേപോലെ തന്നെ ഷാഫിഈ മദ്ഹബിലെ പ്രസിദ്ധമായ ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് മിൻഹാജു താലിബീൻ. ആ മിൻഹാജു താലിബീനിന്റെ രചയിതാവുമാണ് അദ്ദേഹം. അതേപോലെ തന്നെ ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ഷറഹുൽ മുഹദ്ദബ് അതും രചിച്ചിട്ടുള്ളത്, അൽ മുഹദ്ദബ് എന്ന ഗ്രന്ഥത്തിന്റെ ഷറഹായിക്കൊണ്ട് ഷറഹുൽ മുഹദ്ദബ് എന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ളതും മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെയാണ്. കേട്ടല്ലോ, ഇമാം ആരാണെന്ന് നിങ്ങൾ പരിചയപ്പെട്ടു. ഈ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷറഹുൽ മുഹദ്ദബിന്റെ 8ാം വാള്യത്തിന്റെ 256 പേജിൽ പറയുന്ന ഒരു കാര്യം നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിൽ നമ്മളെ സിയാറത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഏത് രൂപത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത് എന്നൊക്കെ ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ അവിടുത്തെ ഷറഹുൽ മുഹദ്ദബിൽ വിശദീകരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, സുമ്മ യർജിഉ ഇലാ മൗഖിഫിഹിൽ അവ്വൽ ഖുബാലത വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖാമുഖം നോക്കുന്ന രൂപത്തിൽ ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ നിൽക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? വയതവസ്സുലു ബിഹി ഫി ഹഖി നഫ്സിഹി. നമ്മുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പല കാര്യങ്ങളുണ്ടല്ലോ, അതിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുലാക്കണം, ഇടയാളനാക്കണമെന്ന്. പിന്നെയോ വയസ്തശ്ഫി ബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വതആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയാളനാക്കിയിട്ട് അവിടെ റെക്കമെൻഡേഷൻ ആയിട്ട് എന്താക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ശുപാർശ തേടണം. എന്നിട്ടോ വമിൻ അഹ്സനി മാ യഖൂലു മാ ഹഖാഹുൽ മാവറദി വൽ ഖാദി അബൂ തയ്യിബ് വസൈറ അസ്ഹാബിനാ അനിൽ ഉത്ബി എന്ന മഹാനുഭാവനെ കൊണ്ട് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരുപാട് ഇമാമിങ്ങൾ അവരെ കിതാബിലൊക്കെ രേഖപ്പെടുത്തിയതാണ് ആ സംഭവം. ആ സംഭവത്തിൽ പറയുന്നത് എങ്ങനെയാണോ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ സമീപത്ത് പോയി പറയണമെന്ന് ഇമാം നവവി തങ്ങളാണ് പറയുന്നത്. കുന്തു ജാലിസൻ ഇൻദ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉത്ബി തങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ഷരീഫിന്റെ സമീപത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഫജാ അഅറാബിയൻ, അപ്പോൾ ഒരു ഗ്രാമീണനായ മനുഷ്യൻ അങ്ങോട്ട് കടന്നു വന്നു. ഫഖാല അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അദ്ദേഹം റസൂലുള്ളാഹി തങ്ങൾക്ക് എന്നിട്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറഞ്ഞു. എന്നിട്ട് പറയാ, സമീഅത്തുല്ലാഹി യഖൂലു, അല്ലാഹു തആല പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, വലൗ അന്നഹും ഇദ്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബുർ റഹീമ. പരിശുദ്ധ ഖുർആനിൽ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ആരെങ്കിലുമൊക്കെ ദോഷം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് അവർ വരും. അങ്ങനെ വന്നിട്ടോ അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വേണ്ടി നബി തങ്ങളും പൊറുക്കലിനെ തേടും. അങ്ങനെ ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബുർ റഹീമ, അള്ളാഹു ആ തൗബ സ്വീകരിക്കും. എത്ര കൃത്യമാണ് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ ആയത്ത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നബിയെ, ഞാൻ അങ്ങയുടെ ഖബർ ഷരീഫിന്റെ അടുക്കൽ വന്നത് എന്തിനാ അറിയോ? വഖദ് ജിഅ്തുക മുസ്തഗ്ഫിറൻ മിൻ ദംബി, എന്റെ ദോഷം ഒന്ന് എനിക്ക് പുറത്തിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് നബിയെ ഞാൻ അങ്ങയുടെ സമീപത്തേക്ക് വന്നിരിക്കുന്നത്. മുസ്തശ്ഫിയൻ ബിക ഇലാ റബ്ബി, അങ്ങയെ കൊണ്ട് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നബിയെ അങ്ങയുടെ സമീപത്തേക്ക് ഞാൻ വന്നിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുത്തേക്ക് വന്നിട്ട് ഈ പറയുന്ന കാര്യമാണ് ഏറ്റവും നല്ല രൂപമെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയണം. മാത്രമല്ല അദ്ദേഹം അവിടുന്ന് പാടാണ്, യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഅ്ളമുഹു ഫത്വാബ മിൻ ത്വീബിഹിന്നൽ ഖാഉ വൽ അകമു നഫ്സിൽ ഫിദാഉ ലിഖബരിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് വിളിച്ചുകൊണ്ട് പറയാണ്, ഈ ഖബർ ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുത്തുനബിയെ, അങ്ങയുടെ പരിമളം കൊണ്ട് ഈ സമീപമാകെ മൂടിയിരിക്കുകയാണ്. അങ്ങ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ റൗലയിലേക്ക്, ഖബർ ഷരീഫിലേക്ക് ഞാൻ എൻ്റെ നഫ്സിനെ സമർപ്പിക്കുകയാണ്. അവിടെയാണ് ഔദാര്യവും കാരുണ്യവും ഉദാരതയും ഒക്കെ ഉള്ളത്, അവിടെയാണ് നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് വിളിച്ചുകൊണ്ട് ഈ അഅറാബിയായ മനുഷ്യൻ അവിടെ നിന്ന് പാടുകയാണ്. എന്നിട്ടോ തുമ്മൻ സറഫൽ അഅറാബിയു, ആ അഅറാബി അവിടെ നിന്ന് പിരിഞ്ഞുപോയി. ഹമലതനി ഐനായ, എന്റെ കണ്ണുകളിൽ ഉറക്കം ബാധിച്ചു. ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിന്നൗമി, തങ്ങൾ പറയാ,
ഞാൻ ഉറങ്ങുമ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. നബി തങ്ങൾ വന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? യാ ഉത്തുബി അൽ ഹഖുൽ അറാബിയു, ആ ഗ്രാമീണനായ മനുഷ്യൻ ചെയ്തത് വാസ്തവമാണ്. ഫബശ്ശിർഹു ബി അന്നല്ലാഹ തആല ഖദ് ഗഫറ ലഹു, അദ്ദേഹത്തിന് ഇടയാളിനെ തേടിയതുകൊണ്ട്, തവസ്സുൽ ചെയ്തതുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഫാഅത്ത് തേടിയതുകൊണ്ട് അവിടുന്ന് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത ആ അഴറാബിക്ക് നിങ്ങൾ അറിയിച്ചു കൊടുക്കണമെന്ന് പറയുന്നതാരാണ്? ഈ പറഞ്ഞ ശൈലിയാണ് ഏറ്റവും നല്ല രൂപമെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ആണ് നമ്മെ പരിചയപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ റസൂലുള്ളാഹി തങ്ങളെ നേരിട്ട് വിളിക്കുന്ന ഈ കവിതാശകലങ്ങൾ ഇന്നും മദീന മുനവ്വറയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ ചാരത്ത് തൂണിൽ സ്വർണ്ണലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഈ ആശയത്തിന്റെ സമ്പൂർണത ഇന്നും നിലനിൽക്കുന്നു എന്ന് നമ്മെ വിളിച്ചറിയിക്കുന്നുകൂടുണ്ട്. നവവി ഈലാഹില്, നവവി അധികാറില്, നവവി ശറഹ് മുഹദ്ദബില് ഇവിടെയൊക്കെ എഴുതി നബിയുടെ ഖബറിലേക്ക് പോയിട്ട് നബിയെ വിളിച്ചിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന്, ശുപാർശ തേടണമെന്ന്. എന്താ പറയാ നിങ്ങൾ? എന്താ മറുപടിയാണ്? തേടാന്നോ? നബി തേടിയത് കൊണ്ട് നമുക്ക് തേടാന്നോ? പറഞ്ഞുകൊണ്ട് തേടാന്നോ? അങ്ങനെ ഒരു കാര്യം നമ്മളോട് സ്വീകരിക്കാൻ അല്ലാഹ് പറഞ്ഞിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. ഇതാ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ. ഈ മൗലവിമാരൊക്കെ ജനിക്കുന്നതിന്റെ 1000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഈ മാലോകർക്ക് പറഞ്ഞുകൊടുത്ത ഇമാം നവവി റളിയല്ലാഹുവിനെ എത്ര ലാഘവത്തോടു കൂടിയാണ് ഇവർ തള്ളിക്കളഞ്ഞത്. ഹൗലായി ശുഫാഉന ഇൻദല്ലാഹി എന്നുള്ള ആയത്ത് ഇവരെക്കാളും കൂടുതൽ പഠിച്ച ആളല്ലേ ഇമാം നവവി തങ്ങൾ? ഉജീബ് ദഅവത ദാഇ ഇദാ ദഅാനി എന്ന് പറയുന്ന ആയത്ത് ഇവരെക്കാളും കൂടുതൽ പഠിച്ച ആളല്ലേ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു? കണ്ടനാടിയേക്കാൾ അടുത്ത ആളാണെന്ന് പറയുന്ന ആശയം ഇവരെക്കാളും കൃത്യമായി പഠിച്ച ആളല്ലേ ഇമാം നവവി റളിയല്ലാഹു അൻഹു? ആ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യണം, അവിടുത്തെ ഇസ്തിഗ്ഫാർ നടത്തണം എന്ന് കൃത്യമായി ഉമ്മത്തിനെ പഠിപ്പിക്കുന്നു. നമുക്ക് ഈ മാമിങ്ങളെ പിന്തുടരാം. മൗലവിമാരോട് തൽക്കാലം മാറി നിൽക്കാൻ പറയും. ഈ മാമിങ്ങളൊക്കെ പോയി സ്വർഗത്തിലേക്ക് നമുക്ക് പോകാം. ഈ മൗലവിമാരെ പിന്തുടർന്ന് മുഅ്മിനീങ്ങളെ കാഫിറാക്കി നമ്മുടെ ആക്രിബത്ത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്.